ഹായ് സുഹൃത്തുക്കളെ, ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം I+ HSST എക്കണോമിക്സ് ജൂനിയർ ബാച്ചിന്റെ കോച്ചിങ് ആരംഭിക്കുകയാണ്. HSST എക്കണോമിക്സ് ജൂനിയർ പരീക്ഷയ്ക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് I+ അവതരിപ്പിക്കുന്നു E50 ബാച്ച്. വെറുതെ ഒരു പേര് കൊടുത്ത് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് 50 പേർക്കായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്ററിങ് ഉൾപ്പെടെയുള്ള ഒരു ബാച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. HSST എക്കണോമിക്സ് പരീക്ഷ ക്രാക്ക് ചെയ്ത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ HSST ആകാൻ, എക്കണോമിക്സിൽ HSST ഫാക്കൽറ്റി ആകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം I+ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണിത് E50 ബാച്ച് എന്നുള്ളത്. ലൈവ് സെഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് എന്തിനു വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, എന്തിനാണ് HSST എക്കണോമിക്സ് ഇപ്പോഴേ പഠിക്കുന്നത്, ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് നോക്കുക, കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2021 എത്ര വർഷമായി? 4 വർഷം കഴിഞ്ഞില്ലേ? ഇതിപ്പോ 2025. അപ്പൊ അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഒരു വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 2026 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പഠിക്കാം എന്ന് കരുതി ഇരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ടോപ്പ് റാങ്ക് വന്നെങ്കിൽ മാത്രമേ, ആദ്യ 10 റാങ്കുകളിൽ നമ്മൾ ലക്ഷ്യം വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. I+ന്റെ ലക്ഷ്യവും അതാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ആളുകളൊക്കെ അതിൽ വരണം. ആദ്യ 10 റാങ്കുകൾ എന്താണെങ്കിലും I+ന്റെ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ HSST ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്സിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ വരുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. HSSTയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? PG വേണം, B.Ed വേണം, അതുപോലെ തന്നെ സെറ്റും വേണം അല്ലെ? അപ്പോൾ സെറ്റൊക്കെ യോഗ്യതയുള്ള അല്ലെങ്കിൽ സെറ്റ് യോഗ്യത ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, PG ലാസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്, സെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്. അല്ലെങ്കിൽ B.Edന്റെ ലാസ്റ്റ് ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഇത്തവണത്തെ സെറ്റൊക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ, റിസൾട്ട് വന്ന ശേഷം മാത്രമേ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ട്രിക്ക് എന്ന് പറയുന്നത്. ആ 2021 വന്ന നോട്ടിഫിക്കേഷന്റെ പരീക്ഷ 2022 നടന്നു. 2024 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. കട്ട് ഓഫ്, അന്നത്തെ കട്ട് ഓഫ് 42.67 മാർക്കായിരുന്നു. 42.67 മാർക്ക്. അപ്പോൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട്, അത്യാവശ്യം ഡിഫിക്കൽറ്റി ലെവലുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. പുതിയ HSST പരീക്ഷകളിലൊക്കെ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും കയറി വരുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ പരീക്ഷ പ്രഖ്യാപിച്ച ശേഷം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മാത്രം ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടില്ല. നേരത്തെ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഒരു മികച്ച ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? HSST എക്കണോമിക്സ് പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് 1 പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്, പ്രധാന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമ്മുടെ എക്കണോമിക്സ് സബ്ജക്ട് തന്നെയാണ്. PG ലെവലിലുള്ള എക്കണോമിക്സ് തന്നെയാണ്. 70 മാർക്കാണ് ആ ഒരു PG ലെവലിലുള്ള അല്ലെങ്കിൽ എക്കണോമിക്സ് സബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുക. ഏതൊക്കെയാണ് ആ സബ്ജക്റ്റുകൾ, ഏതൊക്കെയാണ് മൊഡ്യൂളുകൾ എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പാർട്ട് 2 എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ആണ്. 10 മാർക്ക് അതിനുണ്ട്. ദെൻ പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, അതിനും 10 മാർക്കുണ്ട്. പാർട്ട് 4 കേരള റെനേസൻസ് കറണ്ട് അഫയേഴ്സ് GK, അതിന് 10 മാർക്ക്. ടോട്ടൽ പാർട്ട്, ജനറൽ പാർട്ടിന് 30 മാർക്കും സബ്ജക്ട് പാർട്ടിന് 70 മാർക്കും എന്നുള്ള നിലയിലാണ് ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. I+ എന്തുകൊണ്ട് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നെറ്റ് ആവട്ടെ സെറ്റ് ആവട്ടെ എക്കണോമിക്സുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയും അവർ JRF ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് എത്തിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ, PSC ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു HSST ക്ലാസ്സുകൾക്ക് വേണ്ടി എടുക്കുന്നത്. റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ നമ്മുടെ നെറ്റിന്റെ സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നതാണ്. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ഓരോ വർഷവും നമ്മളിൽ നിന്ന് പാസ്സാവുന്നതാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും റെനേസൻസ് GK ഒക്കെ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എക്കണോമിക്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ 7 മൊഡ്യൂളുകളായിട്ടാണ് എക്കണോമിക്സിന്റെ സബ്ജക്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണത്? മൈക്രോ എക്കണോമിക്സ്, ജനറൽ ഇക്വിലിബ്രിയം, മാക്രോ എക്കണോമിക്സ്, കറന്റ് കോൺട്രവേഴ്സീസ് ഇൻ മാക്രോ എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമി, അതുപോലെ തന്നെ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ ഇഷ്യൂസ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. അപ്പൊ ഈ 7 മൊഡ്യൂളുകൾ ചേർത്ത് 70 മാർക്കാണ്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ്. ഇത് കഴിഞ്ഞ തവണത്തെ സിലബസ് ഇങ്ങനെയായിരുന്നു. ഇത്തവണയും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ മുന്നിലുള്ളത് ഈ സിലബസ് ആണ്. ഇത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ I+ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു HSST എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഈ 50 ബാച്ച് വീക്ക്ലി ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് 50 പേരെ മാത്രം
സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെന്ററിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്കായിട്ടുണ്ട്. കൂടാതെ ലിമിറ്റഡ് സീറ്റ്സ് ആണെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു കാര്യം എന്നുള്ളത്. ഒരുപാട് പേരെ ഒന്നും നമ്മൾ ഇതിലേക്ക് ഇൻഡക്ട് ചെയ്യുന്നില്ല. PYQ ഡിസ്കഷൻസും ടോപ്പിക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്കുണ്ട്. ഇനി എന്നാണോ പരീക്ഷ നടക്കുന്നത് അന്ന് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. അന്ന് വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോളോ അപ്പും മറ്റുമായിട്ടൊക്കെ I+ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അല്ലാതെ ജസ്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ആളുകളല്ല I+. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം നമ്മളിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ ലിങ്ക്, ഈ പറഞ്ഞ ജോയിനിങ് ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ കോൾ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. കൃത്യമായിട്ട് പഠിച്ച് നേരത്തെ തന്നെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുക. അതും അധ്യാപക ജോലി എന്നുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള തസ്തികയിലേക്ക് പോകാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.